ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ ബാങ്ക് എന്നാണ് കേരള ബാങ്കിനെ കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതായത് വലിയ തോതിലുള്ള ടേൺ ഓവർ ഉള്ള പല ജില്ലാ സഹകരണ ബാങ്കുകൾ മെർജ് ചെയ്തുണ്ടായ ബാങ്കാണ് കേരള ബാങ്ക്. ഈ കേരള ബാങ്കിൻ്റെ തലപ്പത്ത്, അതായത് പ്രസിഡന്റ് പദവിയിലേക്ക് കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറിയായ CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ അതിൻ്റെ ബാങ്ക് പ്രസിഡന്റ് ആവുകയും വൈസ് പ്രസിഡന്റായി മുൻ കല്യാശ്ശേരി MLA ആയ TV രാജേഷ് നിയമിതരാവുകയും ചെയ്യുകയാണ്. പി മോഹനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം KK ലതിക എന്ന മുൻ കുറ്റ്യാടി MLAയുടെ ഭർത്താവാണ്. ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അലിഗേഷൻസ് KK രമ എന്ന RMP നേതാവ്, നിലവിലെ വടകര MLA ആയ KK രമ ഉയർത്തിയത് TP വധക്കേസിൽ ഇദ്ദേഹത്തിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള ആരോപണം KK രമ ആരോപിച്ചുകൊണ്ടേയിരുന്നതാണ്. നമുക്കറിയാം, പി മോഹനുമായി ബന്ധപ്പെട്ട TP ചന്ദ്രശേഖരൻ്റെ ഈർഷ്യ വളരെ കടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ പി മോഹനൻ അറിയാതെ കോഴിക്കോട് ജില്ലയിൽ ഒരു കരിയില പോലും അനങ്ങില്ല. അത്രയധികം പാർട്ടി ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് KK ലതിക പറഞ്ഞുകൊണ്ടേയിരുന്നത്. നമുക്കറിയാം, കേരള ബാങ്കിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാത്രമാണ് കേരള ബാങ്കിലേക്ക് മെർജ് ചെയ്യാതെ ഉള്ളത്. ബാക്കി കേരളത്തിലുള്ള 14 ജില്ലകളിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്കിലേക്ക് മെർജ് ചെയ്താണ് ഇടതുപക്ഷം ഈ ഒരു കോർപ്പറേറ്റീവ് സെക്ടറിനെ വികസിപ്പിച്ചെടുക്കുന്നത്. നമുക്കറിയാം, കരുവന്നൂരിലെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഊരാളുകൾ ലേബർ സൊസൈറ്റി എങ്ങനെയൊക്കെയാണ് വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കളിക്കുന്നത്. കേരള ബാങ്ക് വഴി വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കളിയാണ് ഇപ്പോൾ എല്ലാ മേഖലകളിലും വ്യാപിപ്പിക്കാൻ CPIM കളിച്ചുകൊണ്ടിരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPIMന് പ്രത്യേകമായ താല്പര്യമുണ്ട്. കാരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഗുണം അനുഭവിക്കുന്ന നേതാക്കൾ, അതിനകത്ത് പല പാർട്ടിക്കാർക്കും സഹകരണ പ്രസ്ഥാനങ്ങളിൽ അംഗത്വമുണ്ടെങ്കിലും കൃത്യമായി CPIMൻ്റെ നേതാക്കൾക്ക് ഒരു അമിത പ്രാധാന്യമുണ്ട്. അതെന്താണ് എന്ന് വെച്ചാൽ, ആ രീതിയിലേക്കാണ് അവർ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും വലിയ രീതിയിലുള്ള ഫാബ്രിക്കേഷനും നടത്തുന്നത് എന്നുള്ള ആരോപണമാണ്. ഇവിടെ പി മോഹനുമായി ബന്ധപ്പെട്ട വിഷയം ആനുകാലിക പ്രസക്തമായി മാറുന്നത് എന്തുകൊണ്ടെന്നാൽ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ കുറ്റങ്ങൾ TP വധക്കേസുമായി ബന്ധപ്പെട്ട കാലം തൊട്ടേ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇദ്ദേഹത്തിനെതിരെ പല രീതിയിൽ ആരോപണങ്ങൾ അതിശക്തമായി വന്നപ്പോഴും CPIM ഒറ്റക്കെട്ടായി നിന്ന് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ നിയമ പോരാട്ടങ്ങൾ ഒരു വിധത്തിൽ നടത്തി. നമുക്കറിയാമല്ലോ, പല രീതിയിൽ CPIMൻ്റെ പല ക്രിമിനലുകളെയും രക്ഷപ്പെടുത്തുന്നത് നിയമ പോരാട്ടങ്ങളിലൂടെ പല രീതിയിലാണ് ശ്രമങ്ങൾ നടത്തുന്നത്. വിശ്വനെ പോലുള്ള വക്കീലന്മാർ CPIMൻ്റെ കയ്യിലുള്ളപ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് തന്നെ പണമിറക്കി വലിയ തോതിൽ പല അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നടത്തുന്നത്. ഷുക്കൂറിൻ്റെ വധമായിരുന്നാലും അതുപോലെ പല രീതിയിൽ പെരിയ ഇരട്ടക്കൊലപാതക കേസുകളായിരുന്നാലും CPIM എങ്ങനെയാണ് മുന്തിയ വക്കീലന്മാരെ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൃത്യമായി എത്തുന്ന ഖജനാവിലെ പണം തന്നെ എടുത്ത് സർക്കാർ ചിലവഴിക്കുന്നത് നമുക്കറിയാം. കേരള ബാങ്കിൽ പുതിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് സമയമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണോ ഇത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം.